ചർച്ച് സഭാ അധ്യക്ഷൻ മാർ അത്തനേഷ്യസ് യോഹാൻ മെത്രാപ്പോലിത്തയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ച് വിശ്വാസികൾ. മൃതദേഹം തിരുവല്ലയിലെ ബിലീവേഴ്സ് കൺവെൻഷൻ സെന്ററിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. നാളെയാണ് സംസ്കാര ചടങ്ങുകൾ. MG പ്രതീഷ് തിരുവല്ലയിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. പ്രതീഷ്, പറയൂ. ഗോപികൃഷ്ണൻ, ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ പരമാധ്യക്ഷൻ KP യോഹന്നാന്റെ പൊതുദർശനം ഇപ്പോഴും തുടരുകയാണ്. രാവിലെ 9 മണിയോട് കൂടിയാണ് ഈ ഭൗതികദേഹം സഭാ ആസ്ഥാനത്ത് നിന്ന് തിരുവല്ലയിലെ ബിലീവേഴ്സ് കൺവെൻഷൻ സെന്ററിൽ എത്തിച്ചത്. രാവിലെ ഭൗതികദേഹം എത്തിച്ചത് മുതൽ തന്നെ ആയിരങ്ങളാണ് അന്തിമോപചാരം അർപ്പിക്കാൻ ഇവിടെ എത്തുന്നത്. ഈ അന്തിമോപചാര ചടങ്ങുകൾ ഇപ്പോഴും തുടരുന്നുണ്ട്. നാളെ രാവിലെ 9 മണിവരെ ഈ കൺവെൻഷൻ സെന്ററിൽ പൊതുദർശനം തുടരും. അല്പസമയം മുമ്പാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അന്തിമോപചാരം അർപ്പിക്കാൻ തിരുവല്ലയിൽ എത്തിയത്. അന്തിമോപചാരം അർപ്പിച്ച അദ്ദേഹം സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സർക്കാരിന് വേണ്ടി മന്ത്രി സജി ചെറിയാനാണ് അന്തിമോപചാരം അർപ്പിച്ചത്. രാഷ്ട്രീയ പ്രതിനിധികളും ഒപ്പം മത സാമുദായിക നേതാക്കളും അടക്കം അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിട്ടുണ്ട്. ഇതിനൊപ്പം തന്നെ വിവിധ മേഖലയിലുള്ളവർ, ആയിരക്കണക്കിന് വിശ്വാസികളെല്ലാം തന്നെ തിരുവല്ലയിലെ കൺവെൻഷൻ സെന്ററിലേക്ക് എത്തുന്നുണ്ട്. നാളെ രാവിലെ 11 മണിക്കാണ് ഖബറടക്കം നടക്കുന്നത്. 7ാം ഘട്ട ശുശ്രൂഷകൾക്കൊപ്പമായിരിക്കും ഖബറടക്കം നടക്കുക. അതിന് ഒപ്പം വിലാപയാത്രയായിരിക്കും ഈ സഭാ ആസ്ഥാനത്തേക്ക് ഖബറടക്കത്തിനായി കൊണ്ടുപോകുന്നത്. അവിടെ വെച്ചായിരിക്കും മറ്റ് ചടങ്ങുകൾ നടക്കുന്നത്. വലിയ ജനസ്വീകാര്യത കൈവരിച്ച ഒരു സഭാ അധ്യക്ഷൻ കൂടിയായിരുന്നു. വിവിധ മേഖലകളിൽ, വിദ്യാഭ്യാസ മേഖലകളിൽ, ഒപ്പം ആതുര സേവന രംഗത്തടക്കം വലിയ സ്വാധീനമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ബിലീവേഴ്സ് ആശുപത്രി, ഒപ്പം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ തന്നെ വലിയ മുന്നേറ്റമുണ്ടാക്കിയ സ്ഥാപനങ്ങളാണ്. തിരുവല്ലയിൽ തന്നെ വലിയ വികസനങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ മത രാഷ്ട്രീയ സാമുദായ നേതാക്കൾ അനുസ്മരണ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. നാളെ രാവിലെ 9 മണിവരെ പൊതുജനങ്ങൾക്ക് അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. ഓരോ മണിക്കൂറുകളിലും ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോഴും അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗോപികൃഷ്ണൻ. ശരി, MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത് തിരുവല്ലയിൽ നിന്ന്.